എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ പ്രശ്നമാണ്, തലേന്ന് ഡാൻഡ്രഫ് പോകുന്നില്ല, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് മുടി പൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെ. അപ്പോൾ അതിനൊരു ഹോം റെമഡിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. പിന്നെ പലരോടും ഞാൻ വീട്ടിൽ നിങ്ങൾ ഹോം റെമഡികൾ ചെയ്ത് നോക്കാൻ പറയുമ്പോൾ അവരെന്നോട് പറയും ഹോം റെമഡി ചെയ്തത് കൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളത്. ഹോം റെമഡി ചെയ്തത് കൊണ്ട് കാര്യമുണ്ട് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഒരു തെളിവാണ് ഞാൻ. കാരണം എൻ്റെ ഈ മുടി തന്നെ, കാരണം കഴിഞ്ഞ ഒരു 19 വർഷമായി ഞാൻ തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കുന്നു. എല്ലാവർക്കും അറിയാം തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കുന്നവരുടെ ഒരു മെയിൻ പ്രോബ്ലമാണ് മുടി പൊഴിച്ചിൽ, അതുപോലെ താരൻ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് അധികമായിട്ട് മുടി പൊഴിച്ചിൽ ഉണ്ടാവാറേ ഇല്ല. എനിക്ക് അല്ലെങ്കിൽ അധികമായിട്ട് മുടി പൊഴിച്ചിൽ വരണത് ഒന്നെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ടെൻഷൻ വരിക, അല്ലെങ്കിൽ ഞാൻ എന്തിനെങ്കിലും സ്പെഷ്യലായിട്ട് മെഡിക്കേഷൻ ചെയ്യുന്ന സമയത്താണ് എനിക്ക് മുടി പൊഴിച്ചിൽ വരണത്. അങ്ങനെ എനിക്ക് മുടി പൊഴിച്ചിൽ വരണ സമയത്ത്, ഇപ്പോൾ ടെൻഷനൊക്കെ വരണ സമയത്ത് ഞാൻ അതിന് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. പക്ഷേ വേറെ എന്തെങ്കിലും മെഡിക്കേഷൻ കൊണ്ടൊക്കെ എനിക്ക് മുടി പൊഴിയുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്ത് ഞാൻ ടെൻഷൻ അടിക്കാറില്ല. കാരണം എനിക്കറിയാം നമ്മൾ ഹോം റെമഡികൾ പാക്കുകളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ തിരിച്ച് നമ്മുടെ മുടീനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പോൾ അടിപൊളി ഹെയർ പാക്കാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അത് നമ്മുടെ തലയിലെ ഡാൻഡ്രഫ് കുറയ്ക്കാനും മുടി പൊഴിച്ചിൽ കുറയ്ക്കാനും മാത്രമല്ല, നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ഷൈനി ആയിട്ടിരിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ രാവിലെ കഞ്ഞി ഉണ്ടാക്കിയ കഞ്ഞിവെള്ളമാണ്. അതിലേക്ക് ഞാൻ രാത്രി കിടക്കാറായപ്പോൾ 1 സ്പൂൺ ഉലുവ കുതിർത്ത് വെച്ചായിരുന്നു. അപ്പോൾ തലേന്ന് കുതിർത്ത് വെച്ച ഉലുവ ഞാൻ പിറ്റേ ദിവസമാണ് പാക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ അതിൻ്റെ തെളി അങ്ങ് കുറച്ച് ഊറ്റിയിട്ട് ഉലുവ അരച്ചെടുക്കാനായിട്ട് മാത്രമുള്ള കഞ്ഞിവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി കഞ്ഞിവെള്ളം വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് 2 പീസ് അലോവേരയുടെ ജെല്ലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അലോവേരയുടെ ജെല്ല് എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ജെല്ലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറ കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് അതിന് ശേഷം അത് നന്നായിട്ട് അത് രണ്ടും കൂടെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ സ്ഥിരമായിട്ട് ഹെന്ന ഉപയോഗിക്കുന്ന പാത്രമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് തന്നെ ആ പാക്ക് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ആ മിശ്രിതം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളയും കൂടെ വേണം. അപ്പോൾ ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ്. കാരണം നമുക്കറിയാം ഉലുവ ഒരു സ്റ്റിക്കി ഫീലായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു അരമണിക്കൂർ നേരം നമ്മുടെ സ്കാൽപ്പിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഉലുവ പെട്ടെന്ന് ഉണങ്ങിപ്പോവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ സ്കാൽപ്പിലേക്ക് അത് ഭയങ്കരമായിട്ട് ടൈറ്റായി പോകാനും നമ്മുടെ സ്കാൽപ്പിൽ ചിലപ്പോൾ മുടിയൊക്കെ പറഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മസ്റ്റായിട്ടും ഒന്നെങ്കിൽ ഓയിൽ വെച്ച് മസാജ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഓയിൽ ഈ പാക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 2 സ്പൂൺ മൈലാഞ്ചിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹെയർ ശകലം ഗ്രേ ആയതുകൊണ്ടാണ് ഞാൻ ഈ പാക്കിലേക്ക് മൈലാഞ്ചി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് തീർത്തും ഓപ്ഷണലാണ്. അപ്പം നിങ്ങൾക്ക് ഗ്രേ ഹെയർ ഇല്ലാത്തവർക്ക് ഈ മൈലാഞ്ചി പൊടി ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ എൻ്റെ മോൾക്ക് ഇട്ട് കൊടുത്ത സമയത്ത് ഈ മൈലാഞ്ചിയുടെ പൊടി ഇല്ലാതെ നോർമലായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മിക്സ് ചെയ്തത് കൊണ്ടാണ് ഞാൻ മൈലാഞ്ചിപ്പൊടി ചേർത്തത്. അപ്പോൾ ഗ്രേ ഹെയർ ഉള്ളവർക്ക് ഇങ്ങനെ മൈലാഞ്ചിപ്പൊടി ചേർക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഗ്രേ ഹെയറിൻ്റെ കളറ് മാറാനും നല്ലതാണ്. അതുപോലെ ഇത് കണ്ടോ, ഇതാണ് ഇപ്പം എൻ്റെ മുടി പൊഴിയണത്. വളരെ കുറവാണ് ഇപ്പം എൻ്റെ മുടി പൊഴിയണത്. നേരത്തെ ഞാനൊരു മെഡിക്കേഷൻ എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നന്നായിട്ട് മുടി പൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 1-2 പാക്കുകൾ ഞാൻ ഇട്ട് കൊടുത്തതിൻ്റെ ഫലമായിട്ട് നന്നായിട്ട് മുടി കൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാക്കുകൾ ഞാൻ 1-2 ഷോർട്സ് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മുടെ പാക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒന്നെങ്കിൽ നന്നായിട്ട് ഒന്ന് കോമ്പ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാവുകയും നമ്മൾ ഇടുന്ന പാക്കിൻ്റെ റിസൾട്ട് നമുക്ക് വളരെ വേഗം കിട്ടാനും അത് നമ്മളെ സഹായിക്കും. അതുപോലെ കോമ്പ് ചെയ്യണ സമയത്ത് നമ്മുടെ സ്കാൽപ്പിൽ അടിഞ്ഞിരിക്കുന്ന ഡാൻഡ്രഫൊക്കെ ഒന്ന് ഇളകി വരാനായിട്ടും അത് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്നെങ്കിൽ നന്നായിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇങ്ങനെ സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് നമ്മൾ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിലെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് നമ്മുടെ പാക്ക് പറ്റാനായിട്ട് അത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഞാൻ ഒരു വശത്തേക്ക് പരട്ടി കഴിഞ്ഞു. ഇനി അടുത്ത വശത്തേക്കും ഇതുപോലെ തന്നെയാണ് പരട്ടേണ്ടത്. അപ്പോൾ പരട്ടണ സമയത്ത് നമ്മുടെ ഹെയറിലേക്ക് ഫുള്ള് പരട്ടാനായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയും കൂടി അത് നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ഷൈനി ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കും. കാരണം മുട്ടവെള്ളം എല്ലാവർക്കും അറിയാം നമ്മുടെ ഹെയർ നല്ല സിൽക്കി ഷൈനി ആയിട്ടിരിക്കാനായിട്ട് മുട്ടവെള്ളം വളരെ നല്ലതാണ്. അപ്പോൾ മുട്ടവെള്ളം കൂടെ നമ്മൾ ചേർത്തിട്ടുള്ളത് കാരണം ഞാനിങ്ങനെ ബാക്കി ഉണ്ടായിരുന്നതും കൂടെ കൂടിയിട്ട് മൊത്തത്തിൽ നമ്മുടെ ഹെയറിലേക്ക്
മൊത്തം ഞാൻ പരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മളിങ്ങനെ ഒന്ന് കെട്ടി വെക്കുക. അപ്പോൾ അതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇച്ചിരി നെറ്റിയിലേക്ക് നന്നായിട്ട് ഇറക്കിയിടും കേട്ടോ. കാരണം എൻ്റെ നെറ്റിയുടെ സൈഡിലേക്ക് ഇച്ചിരി ഗ്രേ ഹെയർ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊന്ന് കവർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി നന്നായിട്ട് നെറ്റിയിലേക്ക് ഇച്ചിരി ഇറക്കിയാണ് ഇട്ട് കൊടുക്കുന്നത്, ആ ഗ്രേ ഹെയർ ഉള്ളിടത്തോട്ടും കൂടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇച്ചിരി നന്നായിട്ട് അങ്ങ് ഇറക്കി ഇട്ട് കൊടുത്തെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. ഹെന്നയുടെ കളറൊന്നും നമ്മുടെ സ്കിന്നിലോട്ട് ആവത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മുടെ സ്കാൽപ്പിലേക്ക് മൊത്തമായിട്ട് വരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഹെയർ ഇങ്ങനെ കെട്ടി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നേരം ഹെയർ പാക്കൊക്കെ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ഒരു ഹാഫ് ആൻ അവർ ഒക്കെ വെയിറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മുട്ടയുടെ വെള്ളം അത്രയും നേരം നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇരിക്കുന്നത്, നമ്മുടെ ഹെയറിലേക്ക് ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഹെയറൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും, സിൽക്കി ആയിട്ടിരിക്കും. കാരണം അത് പ്രോട്ടീൻ ആയതുകൊണ്ട്. നമുക്കറിയാം നമ്മൾ പാർലറിലൊക്കെ ആണെങ്കിലും പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പോവാറുണ്ടല്ലേ, നമ്മുടെ ഹെയർ നല്ല സ്മൂത്തായിട്ടിരിക്കാനായിട്ട്. അപ്പം അത് സെയിം പ്രോസസ്സാണ് നമ്മൾ ഈ എഗ്ഗ് വൈറ്റ് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണത്. ഇതിപ്പോൾ ഞാനിപ്പോൾ പാക്ക് ഫുള്ള് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മുടിയെല്ലാം കഴുകിയിട്ട് വന്നിട്ടുണ്ടേ. എന്നിട്ട് മുടിയെ പിടിക്കുമ്പോൾ തന്നെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ഷൈനി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ അരമണിക്കൂറേ വെച്ചുള്ളൂ. അപ്പോഴത്തേക്ക് എൻ്റെ ആ ഗ്രേ ഹെയർ ഉണ്ടായിരുന്നതൊക്കെ നല്ല കളറാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഹെന്ന കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഹെന്ന ചേർക്കണം എന്നില്ലാത്തവർക്ക് ഹെന്ന ചേർക്കേണ്ട കാര്യമില്ല. അതുപോലെ ഡാൻഡ്രഫും കാര്യങ്ങളും ഒന്നുമില്ല, നല്ല സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാഷ് ചെയ്ത സമയത്ത് ശകലം ഷാമ്പു ഇട്ടിട്ടാണ് വാഷ് ചെയ്തത്. കാരണം ഈ പായ്ക്കിനകത്ത് നമ്മൾ എണ്ണ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഷാമ്പു ഇട്ടിട്ട് വേണം വാഷ് ചെയ്ത് കളയാനായിട്ട്. അല്ലെങ്കിൽ ആ ഹെന്നയുടെയും ഉലുവയുടെയൊക്കെ പാർട്ടിക്കിൾ അത് ഒരു സ്റ്റിക്കി അല്ലേ ഉലുവ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്കാൽപ്പിൽ ഒട്ടിപ്പിടിച്ചിരിക്കാനും അത് പിന്നെ നമ്മുടെ സ്കാൽപ്പിൽ കൂടുതൽ ഡ്രൈ ആയിട്ട് മാറാനും, അത് ഉണങ്ങി കഴിയുമ്പോഴത്തേട്ട് സ്കാൽപ്പൊക്കെ കൂടുതൽ ഡ്രൈ ആകുകയും അത് കൂടുതൽ ഡാൻഡ്രഫ് ഉണ്ടാകാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിനെ അത് ദോഷമായിട്ട് ബാധിക്കാനും ഒക്കെ കാരണമാകും. മുടി കൊഴിച്ചിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലാകാനായിട്ടുള്ള കാരണം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ പാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഒരു മൈൽഡായിട്ട് ഷാമ്പു ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.